ഓക്കെ, അപ്പോൾ നമുക്ക് ഫീച്ചർ നെയിംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചർ നെയിംസ് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ വൊക്കാബുലറി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫീച്ചർ നെയിംസ് ആയിട്ട് വരാം. ഇതിൽ ഓരോ വാല്യൂ എന്ന് പറയുന്നത് ഓരോ ടെക്സ്റ്റിനെ വെക്ടറൈസ് ചെയ്ത വാല്യൂസ് ആയിരിക്കും ഈ ഓരോ വൊക്കാബുലറിയിലും വാല്യൂസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ വൈ എന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവ്, നെഗറ്റീവ്. ഇതാണ് നമ്മുടെ ഫീച്ചർ നെയിംസ്. നമ്മുടെ ഫീച്ചർ നെയിംസ്. ഓക്കെ, ഇനി ഈ ഒരു എക്സിന് ഇപ്പം നമ്മുടെ എക്സ് എന്താണ് വെക്ടറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അതിനെ നമുക്ക് അറയിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മൾ എക്സ് ഡോട്ട് ടു അറേ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു മെട്രിക്സ് അറയിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ടായിരിക്കും. ഈ വെക്ടറൈസേഷൻ ചെയ്തത് ഫുള്ളായിട്ട് അറേ എന്ന ടൈപ്പിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ഡെൻസ് മെട്രിക്സ് പ്രിന്റ് ചെയ്യുവാണെങ്കിൽ അതുപോലെ ഒരു അറേ കിട്ടും നമുക്ക്, നമ്പർ അറേ. നമുക്കിവിടെ അറയാക്കി ഇതിനെ കൺവേർട്ട് ചെയ്യണം. എക്സിന് നമ്മളിവിടെ എക്സിനെ ടു അറയായിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ ഡെൻസ് മെട്രിക്സ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ എക്സ് അല്ലെങ്കിൽ നമ്മുടെ ഫീച്ചർ വാല്യൂസ് എന്ന് പറയുന്നത്. ഓരോ ടെക്സ്റ്റിൻ്റെയും വെക്ടറൈസ് ചെയ്ത വാല്യൂസ്. ഓക്കെ, ഇതാണ് ഇനി നമ്മൾ മെഷീൻ ലേണിംഗ് മോഡലിലേക്ക് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു അറേനെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫീച്ചേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ടെക്സ്റ്റിന് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. ഫീച്ചേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത്. ഇത് വെക്ടറൈസ് ചെയ്തിട്ട് ആ ഒരു വൊക്കാബുലറിനെ ഫീച്ചർ നെയിംസ് ആയിട്ട് എടുത്തിട്ട് അതിലേക്ക് ഓരോ ടെക്സ്റ്റിനെയും നമ്മൾ വെക്ടറൈസ് ചെയ്ത വാല്യൂസ് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ഡാറ്റ ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണ്. ഈ ഒരു ഡെൻസ് മെട്രിക്സിനെ കോളംസ് ഫീച്ചർ നെയിംസ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, ഫീച്ചർ നെയിംസിനെല്ലാം കോളം നെയിംസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഓരോ വേർഡിനെയും ഓരോ ടെക്സ്റ്റിനെയും വെക്ടറൈസ് ചെയ്ത വാല്യൂസ് ഇവിടെ ഫീച്ചേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. കേട്ടോ, അബ്സല്യൂട്ട്ലി, ഗെയിം, അമേസിങ്, ആൻഡ്, ബട്ട്, ബൈ, ഇതെല്ലാം നമ്മൾ യുണീക്ക് വേർഡ്സ് വൊക്കാബുലറിൽ എടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫീച്ചേഴ്സ് ആയി അല്ലേ. ഇനി ഈ ഫീച്ചേഴ്സിനെ നമുക്ക് ഇതെല്ലാം ഇപ്പോൾ ന്യൂമറിക്കൽ വാല്യൂസ് ആയി മാറി അല്ലേ. അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഒരു ക്ലീൻഡ് ഡാറ്റ ആണെങ്കിൽ നമുക്ക് ഇത് മെഷീൻ ലേണിംഗ് മോഡൽസിലേക്ക് പാസ് ചെയ്യാം. നമ്മളിവിടെ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ഈ ഡാറ്റേനെ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യണം. ഒരു 30% ഇവിടെ ടെസ്റ്റ് സൈസ് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ഡാറ്റ മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഈ ടെസ്റ്റ് മെട്രിക്സ്, അപ്പോൾ ടെസ്റ്റിലെ വാല്യൂസ് നമ്മൾ ഇതുപോലെ അറയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റിന് വേണ്ടി ടെസ്റ്റ് ഞാൻ അറയിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് ടെസ്റ്റ് ഇപ്പോൾ ഡാറ്റ ഫ്രെയിം ആണ്, അത് നമ്മൾ അറയിലേക്ക് കൺവേർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ടു അറേ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് അറയിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ, വൈ പ്രഡിക്ഷൻ നമുക്ക് അറയായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ വൈ ടെസ്റ്റിനെയും എന്താണ് അറയാക്കി കൺവേർട്ട് ചെയ്തു. ഇതുപോലെ ഒരു കോളായിട്ടല്ലാതെ നമുക്ക് ഒരു അറയിൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കൺവേർട്ട് ചെയ്തു. ഓക്കെ, വൈ ടെസ്റ്റ് എടുത്തിരിക്കുന്നത് 3 നെഗറ്റീവ് വാല്യൂസ് ആണ്. അപ്പം വൈ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രഡിക്ഷൻസ് നെഗറ്റീവ് ആണ്. ഇതിങ്ങനെ തന്നെ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ യൂസ് ചെയ്ത മോഡൽ ഏതാണ്? മൾട്ടിനോമിയൽ NP. ഈ ഒരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെവ് ബയാസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മോഡൽ ഡോട്ട് ഫിറ്റ് എന്ന് പറഞ്ഞ കീവേഡിൽ എക്സ് ട്രെയിൻ വൈ ട്രെയിൻ കൊടുക്കുക. ദെൻ ഇത് ട്രെയിൻ ചെയ്യാം. ഇതിപ്പോൾ ട്രെയിൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. പ്രെഡിക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയ? നെഗറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്. ഒരെണ്ണം മാത്രം നെഗറ്റീവിനെ പോസിറ്റീവ് എന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് കൺഫ്യൂഷൻ മാട്രിക്സ്